ഇന്നത്തെ റെസിപ്പി റാഗി പൊടി വെച്ചിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് റാഗി വട്ടയപ്പം. ഇത് നല്ല സോഫ്റ്റാണ്, കഴിക്കാനാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഒരു കപ്പ് റാഗി പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തത്, ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചൊരു വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്, ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ശർക്കര ഒരു നേർത്ത മധുരമായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഒരു 1/4 കപ്പ് വരെ ആവട്ടോ. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കട്ടോ. എന്നിട്ട് മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ. വെള്ളം കൂടി പോവരുത്. അപ്പോൾ ഇത് അങ്ങനെ അരച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ ഇത്. എന്നിട്ടിത് ഒരു 1-1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കണം. നല്ല ചൂട് സമയത്താണെങ്കിൽ 1 മണിക്കൂർ മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാനിപ്പോൾ 1 മണിക്കൂർ വെച്ച് കൊടുത്തിട്ടുള്ളൂ. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരുപാടൊന്നും ഇളക്കി കൊടുക്കരുത്. ഇത് ആ ബബിൾസ് കുറച്ചൊക്കെ ഇങ്ങനെ വേണം കേട്ടോ. ഇതേപോലൊരു നെയ്യ് തടവിയ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കണം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ 20-25 മിനിറ്റ് വെച്ച് കൊടുക്കട്ടോ. അപ്പോൾ ഇതാ നമ്മൾ വട്ടയപ്പം കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്നും തുറന്നിട്ട് കുറച്ചൊരു അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അത്രയ്ക്ക് സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.